UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെയായിരിക്കും നിർദ്ദേശിക്കുക KS-ന്റെ അഭിപ്രായത്തിൽ? 3 പേരുടെ പേരുകൾ കേരളം അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല. ആരാണ് കൂടുതൽ യോഗ്യനെന്ന് കരുതുന്നു? ഞാൻ രമേശ് ചെന്നിത്തലയെ സജസ്റ്റ് ചെയ്യും. ഈ എന്റെ അടുത്ത് പല നേതാക്കളും പറഞ്ഞിട്ടുണ്ട് രമേശ് ചെന്നിത്തലയുടെ ഒരു പാകത അത് കോൺഗ്രസിന്റെ ഒരു തുടർച്ചയാണ് അല്ലെ. ചർച്ചകൾ നടക്കുന്ന സമയത്ത് രമേശ് ചെന്നിത്തല ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിരുന്നു അല്ലേ? അപ്പൊ ഈ സമയത്ത് രമേശ് ചെന്നിത്തല എടുത്ത് അങ്ങയുടെ സങ്കടം പറഞ്ഞിരുന്നു അല്ലേ? പുള്ളിക്കറിയാം, പുള്ളി അത് അറിഞ്ഞു പെരുമാറും. ഇനി UDF അധികാരത്തിൽ വരികയാണ്, അങ്ങേക്ക് ഈ സർക്കാരിന്റെ ഭാഗമാകാൻ ഒരു ആഗ്രഹം ഇനിയില്ല. യെസ്, അതിന് സമയം കഴിഞ്ഞു. ഇനി സോവർ. അത് ഈ ഡൽഹിയിൽ പോയി നിന്നാൽ അവസാനത്തെ ഒരു 72 മണിക്കൂർ അങ്ങയുടെ മനസ്സിനെ പരുവപ്പെടുത്തിയതാണോ അത്? ഒന്നുമല്ല, അതിനു മുമ്പ് തന്നെ അങ്ങേക്ക് അറിയാമായിരുന്നു. എനിക്ക് എന്റെ സഹപ്രവർത്തകന്മാരുടെ ഒരു ഇതില്ലേ, എന്നോടുള്ള പെരുമാറ്റങ്ങളും എന്നോട് കാണിച്ച ബന്ധങ്ങളും അതിന്റെ അകത്ത് മടുത്തിട്ടാണ് വേണ്ടെന്ന് വെച്ചു. പക്ഷെ അപ്പോഴും കണ്ണൂരിൽ അങ്ങേ വേണം, കണ്ണൂരിലെ പ്രവർത്തകർക്ക് അങ്ങ് വേണം. അത് അങ്ങനെ വരട്ടെ എന്നിപ്പോ ആലോചിക്കുക. പിണറായി വിജയനെ അങ്ങ് ബ്രണ്ടൻ കോളേജിലെ നേരിട്ട് ഏറ്റുമുട്ടുന്ന സന്ദർഭത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കേശുവിന്റെ സമരം, ആ സമരം പൊളിക്കാൻ വേണ്ടി SFIക്കാർ, അപ്പൊ SFIക്കാർ ഇങ്ങനെ സംഘടിച്ച് ഇങ്ങനെ കുട്ടികളെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരിക, നമ്മളത് പൊളിക്കുകയാണ്. അപ്പൊ ഞാൻ ആ ബ്ലോക്കിലെ മേലെ നിൽക്കുന്നു, നമ്മളെ കുട്ടികളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. SFIയുടെ നേതാവ് ഉണ്ടായിരുന്നു. ആരാ നേതാവ്? AK ബാലൻ. അപ്പൊ അത് പിന്നെ സ്റ്റെയർ കേസിന്റെ നേരെ ഒരു 3-4-5 സ്റ്റെപ്പിന്റെ താഴെ എത്തിയപ്പോ എന്റെ കാല് വീശി അലുത്തുന്നിടത്തെത്തി. അപ്പൊ ഞാൻ നന്നായിട്ട് ഇവിടെ ഇതിന്റെ ഭാഗത്തൊരു കളരിയുണ്ട്, അതെന്റെ അച്ഛന്റെ സുഹൃത്ത് തുടങ്ങിയ കളരിയാണ്. ആ കളരിയിലൊക്കെ കളിക്കുന്ന സമയമാണ്. അപ്പൊ കാലിലും പൊക്കിയാലങ്ങ് മേലെ എത്തും. അപ്പൊ ഞാൻ ഈ കക്ഷി അങ്ങ് നോട്ട് കയറി വരുമ്പോ ഞാൻ നല്ല കാല് പൊക്കി അങ്ങ് വീശി. പോനങ്ങന്ന് കയറി വരുമെന്നാണ് ചോദിക്കുന്നത്, നീ താരാസിംഗ് ആടാ ചോദിച്ചിട്ടാ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു താരാസിംഗ് അല്ല, ഗിങ്കോങ്ങാന്ന്. അത് പറയലും ഞാൻ കാല് പൊക്കലും ഞാനൊരു ചവിട്ടിയപ്പോൾ ഇയാളങ്ങ് തെറിച്ചങ്ങ് വീണു താഴെ. അത് വലിയ പ്രശ്നമായി. അപ്പൊ അന്ന് പിണറായി വിജയൻ നേരം പരീക്ഷ എഴുതുന്നുണ്ട്, എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി കോളേജിലുണ്ട്. അപ്പൊ ആരോ അവിടുത്തെ ഒരു രാഘവൻ എന്ന് പറഞ്ഞിട്ട് ഒരു അറ്റൻഡർ ഉണ്ട്, അയാൾ പോയിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞ് ഇങ്ങനെ അടിച്ചിട്ടുണ്ട്, ചവിട്ടിയിട്ടുണ്ട്, വീണിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അക്കുന്ന് പിണറായി വിജയൻ അങ്ങനെ വരുന്ന ഇപ്പോൾ എൻ്റെ കണ്ണിൻ്റെ അകത്തുണ്ട്. അദ്ദേഹം നടന്നു വരുന്ന ഈ രംഗമില്ലേ, അദ്ദേഹത്തിന്റെ ഈ കൂനിഞ്ചിച്ച് ഇങ്ങനെ ആക്കിയിട്ടുള്ള നടത്തമില്ലേ, ആ നടത്തം ഇപ്പോൾ എൻ്റെ മനസ്സിൻ്റെ അകത്തുണ്ട്. ഒരു നീല ഷർട്ടും മഞ്ഞ മുണ്ടും കൊടുത്തിട്ട് ഈ കൂനിയായിട്ട് ഈ സ്ഥലത്തേക്ക് കയറി വരികയാണ്. ആ കയറി വരുമ്പോൾ ഞാനവിടെ നിൽക്കുകയാണ്. അദ്ദേഹം എൻ്റെ ചോദിച്ചു, നീ എന്താടാ കിങ്കോങ്ങാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ കിങ്കോങ് അല്ല, താരാസിംഗാന്നും പറഞ്ഞ ഒരൊറ്റ ചവിട്ടു.